ഇന്നിവിടെ ഇതുവരെ ചർച്ച നടത്തിയെന്ന് എനിക്കറിയില്ല. ആരായിരുന്നു ഇവിടെ മൈക്കിൽ ഇതുവരെ? ഇന്നിവിടെ ഇതുവരെ എന്തായിരുന്നു? സ്വർണ്ണമുദ്ര. ശരി, മാഷാ അല്ലാഹ്. നമ്മളെ റൌഫ് സാഹിബ് ഇരുമ്പോഴിയുടെ സ്വർണ്ണമുദ്ര, മഹാന്മാരാക്കുന്ന പണ്ഡിതന്മാരെ പറ്റി പങ്ക്. നല്ലൊരു കഥാപ്രസംഗം നടന്നു. മാഷാ അല്ലാഹ്. അപ്പൊ പിന്നെ ഇനി കഥാപ്രസംഗത്തിന്റെ ആവശ്യം ഏതായാലുമില്ല. ബഹുമാനപ്പെട്ട റൌഫ് സാഹിബ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കഥാപ്രസംഗത്തിന്റെ ആവശ്യം കൊണ്ട് വരുന്നില്ല എന്നറിയാം. ഏതായാലും നാളെ ഹാഫിദ് മുസ്ലിയാരങ്ങാടിയോ എന്തായിരുന്നു വിഷയം? കേട്ടില്ല. വിഷയം എന്തായിരുന്നു? ഉണ്ട് ഒരു വിഷയം എന്തായിരുന്നു? കൈമുറിച്ച ഭരണാധികാരി. എന്നാലും എന്താവട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ തയ്യാറായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് ടൈം കിട്ടിയിട്ടില്ല. നോക്കി വരാം. അത് ഇത്ര കൂടുതൽ പറയാനൊന്നുമില്ല. ദഖിയാനൂസ് രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കാലത്തുണ്ടായ സംഭവമാണ്. ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ പറയുമ്പോ വെയിറ്റ് പണിപ്പുരയിലൊന്നല്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഏത് മോരിക്കും പറയാവുന്നതാണല്ലോ. ഏതായാലും പിന്നെ അത് പറയുമ്പോ ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെതായ ഒരു രൂപത്തിൽ പറയണല്ലോ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അതായത് ഏതായാലും ഇന്ന് കഥാപ്രസംഗം നടന്നുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നമ്മുടെ പ്രാവശ്യം കൂടെ പറഞ്ഞതാണെങ്കിലും മലപ്പുറം പടയുടെ ചില ഭാഗങ്ങൾ ചില ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളിലും ഇല്ല, ചില ദിവസങ്ങളിൽ നമുക്കൊന്ന് പറയാം. അത് കുറെ ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മുതൽ തന്നെ ആയിക്കോട്ടെ അല്ലേ? തുടക്കം മുതൽ തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ രചനയും ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ രചനയാണ്. അദ്ദേഹം ഇത് തുടങ്ങുന്നത് പിന്നെ മലപ്പുറത്ത് ഹാജിയാർ പള്ളി എന്ന് പറയുന്ന വലിയ ആ പള്ളി ഒരു ഇരുനില വീടുണ്ടായിരുന്നു. വീടിന് ചിത്രം എഴുതുന്നത് ചരിത്രം പറയുന്നത് ചരിത്രം കഴിഞ്ഞ് കൂടെ പറയുന്ന ചില പാട്ടുകൾ, ചില പ്രയോഗങ്ങളൊക്കെ ഒരു പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ പാടിയിട്ടുണ്ട്. ഏതാണ് സംഭവം? എന്റെ കട്ടുണ്ടെന്ന് ഇപ്പോഴും കട്ടുണ്ടോ? അപ്പൊ സവാദം അങ്ങനെ ചോദിക്കണത്. ഇടക്ക് കട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയണം. കട്ടുണ്ട് എന്ന് പറയുന്നു, ചില ആളുകളില്ല എന്ന് പറയുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് കട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തും, അല്ലെങ്കിൽ ഞാൻ കട്ടില്ല. ഓക്കെ. തിരുധരണി മക്ക നിറൈ തിരുതരുളർ ഹക്ക് നബി തിരുപതരോഗത്തിൽ വെളിവായി ദിശയിലവ് കാഫ്രികളെ പശിതിവിരാം പാർത്തിലിടൈ ശശിനൽ ഫുർഖാനും പുലർവായി കരുമൊഴിജീസാത്തനിലം കനതിയൊട് വീശി ചിലർ ഖമുലമുകിൽ നീക്കി തെളിവായി കടൂർ സഹബൻഡുകൾ വടുവതിലങ്കി മതി ഇടമിൽ ചൂഷന്ത് പൊലിവായി. കട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. തിരുധരണി മക്കമിറൈ. നമുക്കൊക്കെ അറിയുന്നത് പോലെ
ഭൂമിയിൽ ലോകത്ത് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന മക്ക പ്രദേശത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇവിടെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല യാത്ര അയക്കുമ്പോൾ ഒരു ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് മഹാനായിരിക്കുന്ന പ്രവാചകനെ അല്ലാഹു ഈ ലോകത്തേക്ക് അയക്കുന്നത്. മഹാനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ അതുവരെയുള്ള 1,00,000-ൽ പരം അമ്പിയാക്കൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട് എങ്കിലും അവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടി വന്നവരല്ല. അതേ സ്ഥാനത്ത് മഹാനായിരിക്കുന്ന പ്രവാചകനെ അയക്കുന്നത് അല്ലാഹു തആല ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന പ്രവാചകൻ എന്തുകൊണ്ടും പരിപൂർണനായിരിക്കണം. അപ്പോൾ പരിപൂർണനായിരിക്കുന്ന ഒരു പ്രവാചകനാകുമ്പോൾ പരിപൂർണമായിരിക്കുന്ന ഒരു കുടുംബത്തിൽ, ഉന്നതമായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരിക്കണം, ഉന്നതമായിരിക്കുന്ന ഒരു തറവാട്ടുകാരനായിരിക്കണം, അതിന് അനുയോജ്യമായിരിക്കുന്ന സ്ഥലമായിരിക്കണം, ഇങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം ഉന്നതനായിരിക്കണം. അതുകൊണ്ടാണ് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ആ രൂപത്തിൽ തന്നെ തെരഞ്ഞെടുക്കുന്നത്. നല്ല ഒരു മഹാനായിരിക്കുന്ന പ്രവാചകന്റെ ജനനം തന്നെ നാം ശ്രദ്ധിച്ചാൽ അബ്ദുള്ള എന്നവര് മഹാനായിരിക്കുന്ന പ്രവാചകനെ ഗർഭം ചുമന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 മാസം അല്ലെങ്കിൽ കുറഞ്ഞ മാസമായപ്പോഴേക്കും മഹാനായിരിക്കുന്ന അബ്ദുള്ള എന്നവർ ഈ ലോകത്തോട് വിട പറയുന്നു. അപ്പോൾ ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ ഭർത്താവ് ആവശ്യമാണ്. ആ ആവശ്യം കഴിഞ്ഞതോടുകൂടെ അബ്ദുള്ള എന്നവരെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുന്നു. പിന്നീട് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിന് മാതാവ് നഷ്ടപ്പെടുന്നത് 6-ാം വയസ്സിലാണ്. ഒരു കുട്ടിക്ക് വളരെ അത്യാവശ്യമുള്ള സമയമാണ് ഒരു 5-6 വയസ്സ് വരെ മാതാവ് എന്ന് പറയുന്നത് എത്ര കാലം ഉണ്ടായാലും നമുക്ക് മതിയാവില്ല എന്ന മറ്റൊരു വശം. അല്ലാഹു തആല നമ്മുടെയൊക്കെ മാതാക്കൾക്കൊക്കെ ഹിമിച്ചളുകൾക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പോ പക്ഷെ ഒരു കുട്ടി സംബന്ധിച്ച് വളരെ ആവശ്യക്കുന്ന ഘട്ടമാണ് ഒരു 4 ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയും ജീവിച്ചിരിക്കുന്നു. ഇവര് 2 പേരും ജീവിച്ചിരിക്കുക, അതായത് പ്രവാചകൻ ഈ ലോകത്തെ ഇറങ്ങി വീണതോടുകൂടെ ഈ 2 പേരും അല്ലാഹു തആല തിരിച്ചു വിളിക്കുന്നു. അപ്പോ അവരുടെ ജനനം എന്നുള്ളത് അവരുടെ ജീവിതം പ്രവാചകൻ ജനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള രൂപത്തിലാണ് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിനെ അല്ലാഹു തആല നിയോഗിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അബ്ദുള്ള എന്നവർ ഒരിക്കൽ മദീനയിൽ പോകുന്ന സമയത്ത് ഒരു ജൂത പണ്ഡിത പെണ്ണ് അബ്ദുള്ള എന്നവരോട് വ്യഭിചാരത്തിന് താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് അബ്ദുള്ള എന്നവർ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ പറയുന്നത് കട്ടില്ലല്ലോ, കട്ടുണ്ടെങ്കിൽ ഞാൻ ശിഷ്ടം മാറ്റാം കേട്ടോ. ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഞാൻ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അന്ന് ആമിനാബിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പാണ് ഈ സംഭവം. പിന്നീട് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പിന്നീട് ആമിനാബിയെ വിവാഹം ചെയ്തുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകനെ ഗർഭം ധരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ ഈ പെണ്ണിനെ നേരിട്ട് അബ്ദുള്ള എന്നവർ കാണുകയും അപ്പോൾ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് ആ പഴയ താല്പര്യം എന്നോട് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞത്, മദീനയിൽ മറ്റ് ആണുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ നിങ്ങളുമായി കൊണ്ട് ഈ കാര്യത്തിന് ആവശ്യപ്പെട്ടത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ വിവാഹിതനല്ലേ? അതെ, വിവാഹിതനാണ്. നിങ്ങളുടെ ഭാര്യ ഗർഭിണിയല്ലേ? അതെ, ഗർഭിണിയാണ്. എന്നാൽ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശമുണ്ടായിരുന്നു. ആ ഭാര്യ, നിങ്ങളുടെ ഭാര്യ എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. ഒരു ലോക നേതാവിനെയാണ് ആ ഭാര്യ ഗർഭം ചുമന്നിരിക്കുന്നത്. ആ ലോക നേതാവിനെ ഗർഭം ചുമക്കാനുള്ള ആ ഭാഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ മദീനയിൽ മറ്റാണുങ്ങളില്ലാത്തത് കൊണ്ടോ മറ്റുള്ളവർക്ക് ഈ ജോലി അറിയാത്തത് കൊണ്ടോ അല്ല നിങ്ങളോട് ഞാൻ അത് ആവശ്യപ്പെട്ടത് എന്ന് അബ്ദുള്ള എന്നവരോട് ആ സ്ത്രീ പറയുകയുണ്ടായി. അപ്പോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിന്റെ വളരെ ആസൂത്രിതമായിക്കൊണ്ടുള്ള ഒരു ജനനം,
ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ പ്രായോഗികമായി കൊണ്ട് എല്ലാ നിലയിലും പരിപൂർണനായിരിക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കണം, ഒരു പ്രവാചകനെ ആയിരിക്കണം ദീൻ പൂർത്തിയാക്കാൻ വേണ്ടി അയക്കുന്നത് എന്നുള്ള തീരുമാനം എടുത്തതുപോലെയാണ് മഹാനായിരിക്കുന്ന പ്രവാചകനെ അല്ലാഹു തആല മക്കയിലേക്ക് അയക്കുന്നത്, പരിശുദ്ധമായിരിക്കുന്ന ഈ ലോകത്തേക്ക് അയക്കുന്നത്. അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ മഹാനായിരിക്കുന്ന പ്രവാചകൻ പ്രബോധനം ചെയ്യുന്നു. തന്റെ അന്തിർ അശീറത്തുൽ അഖ്റബീൻ, നബിയെ തങ്ങളെ അടുത്ത കുടുംബക്കാരോട് താങ്കൾ പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അടുത്ത കുടുംബക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഈ പ്രബോധനം പറയുമ്പോൾ അബൂലഹബ് പറഞ്ഞ മറുപടി നമുക്കൊക്കെ അറിയാം. തബ്ബല്ലക്കായ മുഹമ്മദ് അരിഹാദാ ജമാഅത്തന, മുഹമ്മദെ എന്തിനാണ്, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കുകയും അതേ തബ്ബത്ത് ഉപയോഗിച്ചുകൊണ്ട് അബൂലഹബിന്റെ പേരിൽ ആയത്തിറങ്ങുകയും ചെയ്തതൊക്കെ ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മക്കയിൽ വളരെയധികം ആസൂത്രിതമായിക്കൊണ്ട്, ആദ്യമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ടും പിന്നീട് പരസ്യമായിക്കൊണ്ടും പ്രബോധനം ചെയ്യുകയും അതിൽ നിന്ന് ഹിദായത്തുള്ള ആളുകളൊക്കെ വളരെ ഭാഗ്യം സിദ്ധിച്ച ആളുകൾ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ആദ്യമായിട്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തിശയിരവ് കാഫിറുകളെ ബശിതിമിര ബാത്തിലെ ശശിനൽ ഫുർഖാനും തെളിവായി പുലർവായി. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിന് മുഅ്ജിസത്തായി കൊണ്ട് ഓരോ പ്രവാചകനും അല്ലാഹു തആല ഓരോ മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. കാലഘട്ടത്തിന് അനുയോജ്യമായിരിക്കുന്ന മുഅ്ജിസത്ത് ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിന് ആ കാലഘട്ടത്തിൽ സിഹ്റിൽ മത്സരിച്ചിരുന്ന കാലഘട്ടമായതുകൊണ്ട് അല്ലാഹു തആല അതിനനുസരിച്ച ഒരു മുഅ്ജിസത്താണ് വടി നിലത്തിട്ടാൽ പാമ്പാവുക. ഇതൊക്കെ നമുക്കറിയുന്ന ചരിത്രമാണ്. അതുപോലെ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിൽ മത്സരിച്ചിരുന്ന കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു മുഅ്ജിസത്ത് നൽകിയിട്ട് തന്റെ കൈകൊണ്ട് വെള്ളപ്പാണ്ടുകാരെയും കുരുടന്മാരെയും തടവിയാൽ അത് സുഖമാക്കുക, ഇങ്ങനെയുള്ള വലിയ ഒരു മുഅ്ജിസത്ത് നൽകിയിട്ട് മഹാനായിരിക്കുന്ന ഈസ നബി അലൈഹി ഇസ്ലാമിനെയും മരിച്ച ആളുകളെ ജീവിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മുഅ്ജിസത്ത് നൽകിയിട്ട് മഹാനായിരിക്കുന്ന ഈസ നബി അലൈഹി ഇസ്ലാമിനും അള്ളാഹു യാത്ര അയച്ചതുപോലെ പ്രവാചക പ്രഭുവിന്റെ കാലഘട്ടത്തിൽ മഹാനായിരിക്കുന്ന പ്രവാചകം തരുമ്പോൾ അവരെ വളരെ സാഹിത്യത്തിൽ മത്സരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. സാഹിത്യകാരന്മാരായിരുന്നു അവരൊക്കെ. സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വളരെയധികം സാഹിത്യത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ വരവ്. ഒരു തെളിവ്, ഒരു ചെറിയ സംഭവം നമുക്ക് പറയാം. ഒരിക്കൽ ഒരു പെണ്ണ്, ഒരു ഭർത്താവ് വിദേശത്ത് പോയി. ഭർത്താവ് അങ്ങോട്ട് പോകുമ്പോൾ ഇവൾ ഗർഭിണിയല്ല. തിരിച്ചു വരുമ്പോ ഇവള് ഒരു കുട്ടിയെ തൊട്ടിലിട്ടിട്ട് താരാട്ടുകയാണ്. ആ സമയത്ത് ഭർത്താവ് ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ DC ആണോ? കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ച്. കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അബ്ദുള്ള ഹാജിയാരെ ഒന്ന് ബൗൺസ് ചെയ്യുക. ഹാജിയാരെ ഉസ്താദിനെ ഒന്ന് ബൗൺസ് ചെയ്തിട്ട് അൺബൗൺസ് ചെയ്യാത്ത ഇപ്പൊ കാരണം ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നില്ല എന്നുണ്ട്. ഉസ്താദ് ഇല്ല, ഉസ്താദ് ടെസ്റ്റ് ഒന്നും കാണില്ല. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും വേറെ ആരെങ്കിലും മൈക്കിൽ വരും, ഞാൻ മൈക്കിൽ വിടാം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട KCR സഹപ്രവർത്തകർ, അസ്സലാമു അലൈക്കും. കരീം ഫൈസി ഉസ്താദിന്റെ നല്ലൊരു മലപ്പുറം പട എന്ന ഒരു കഥാപ്രസംഗം നടക്കുകയായിരുന്നു.
അത് DC ആയി പോയതാണെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും അഡ്മിന്മാര് പെട്ടെന്ന് ബോൺസ് ചെയ്ത് വന്നാൽ അത് തുടരുമായിരുന്നു. നല്ലൊരു കഥാപ്രസംഗമായിരുന്നു. പഠിക്കാനുള്ള മുജിദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എത്തിയിട്ടുള്ളത്. മറ്റേതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് എന്തെങ്കിലും നസീഹത്തുകൾ തരണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമുള്ളൊരു ഒന്ന് നിൽക്കില്ലെങ്കിലും പഠിക്കണമെന്ന് പറയുകയാണ്. ആദ്യം തുടരുന്നില്ല. അഭിതങ്കല്ല മുന്നോട്ട് വരി. ആരെങ്കിലും ഒന്ന് കൈപൊക്കി വരി. ഓക്കെ, കരീം ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. കുറെ സമയം DC ആയിട്ട് 3 മിനിറ്റ് സമയം കുറെ. ഓക്കെ. ഏതാണ് മഹാനാർക്കുന്ന പ്രവാചക പ്രഭു മക്കയിൽ വരുമ്പോൾ മഹാനാർക്കുന്ന പ്രവാചകന് ഒരു കുട്ടിയെ താരാട്ട് പാടുന്നു. ആ താരാട്ട് പാടുന്ന സമയത്ത് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, ഈ കുട്ടിയുടെ പിതാവ് ഞാനാണ് എന്ന് നീ സത്യം പറയണം, അല്ലെങ്കിൽ നീ വളരെ മോശമാണ് എന്ന് നീ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ്, സാധാരണ ഒരു പെണ്ണ്, തൊട്ടിലിൽ കുട്ടിയെ താരാട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണ് ഈ ഭർത്താവിന് മറുപടി കൊടുത്തതെന്നാണ് എന്റെ കരളിന്റെ കരളായ ഭർത്താവേ. പിന്നെയും കട്ട് നമുക്ക് പിന്നെ നോക്കാം, ഇഷ്ടം മാറ്റാം ഇൻഷാ അല്ലാഹ്. കണ്ടില്ലേ താമസതൻ വിജയത്തോടി, കേട്ടില്ലേ SYSൻ കരുത്തിൻ ധ്വനി, കാസർഗോഡിന്റെ മണ്ണിൽ ഇതിഹാസമായി സുന്നത്ത് ജമാഅത്തിൻ വിജയധ്വനി. കണ്ടില്ലേ താമസതൻ വിജയത്തോടി, കേട്ടില്ലേ SYSൻ കരുത്തിൻ ധ്വനി, കാസർഗോഡിന്റെ മണ്ണിൽ ഇതിഹാസമായി സുന്നത്ത് ജമാഅത്തിൻ വിജയധ്വനി. SKSSFും വരവായി, SKJMും അണിയായി, SYSും നിരനിരയായി. SKSSFും വരവായി, SKJMും അണിയായി, SYSും നിരനിരയായി. ചെറുചേരി ഉസ്താദിന്റെ നേതൃത്വമേലായി ശൈഖുന കോയക്കുട്ടി മഹാനോരുമായി ഹക്കിന്റെ മന്ത്രമോദി നഹിക്കുന്നല്ലോ, ഹക്കായ ദീനിൻ വഴി സമസ്തയല്ലോ. കണ്ടില്ലേ താമസതൻ വിജയത്തോടി, കേട്ടില്ലേ SYSൻ കരുത്തിൻ ധ്വനി, കാസർഗോഡിന്റെ മണ്ണിൽ ഇതിഹാസമായി സുന്നത്ത് ജമാഅത്തിൻ വിജയധ്വനി. മാലിക് ദീനാറിൻ തിരുമണ്ണിൽ 6 പതിറ്റാണ്ടിൻ അന്തസ്സിൽ വാതിൽ കൊയ്ബയിൽ ജനസാദരമായി. മാലിക് ദീനാറിൻ തിരുമണ്ണിൽ 6 പതിറ്റാണ്ടിൻ അന്തസ്സിൽ വാതിൽ കൊയ്ബയിൽ ജനസാദരമായി. സൂഫികൾ പാടുത്തുള്ള പുണ്യ സമസ്ത, സന്മാർഗ സരണീയം പുണ്യ സമസ്ത,
സത്യത്തിൻ മാർഗം കാട്ടി തന്നു സമസ്ത, സ്നേഹത്തിൻ പൊരുൾ കാട്ടി തന്നു സമസ്ത. കണ്ടില്ലേ സമസ്തരൻ വിജയക്കൊടി, കേട്ടില്ലേ SYS-ൻ കരുത്തിൻ ധ്വനി. കാസർഗോഡിന്റെ മണ്ണിൽ ഇതിഹാസമായി സുന്നത്ത് ജമാഅത്തിൻ വിജയധ്വനി. കണ്ടില്ലേ സമസ്തരൻ വിജയക്കൊടി, കേട്ടില്ലേ SYS-ൻ കരുത്തിൻ ധ്വനി. കാസർഗോഡിന്റെ മണ്ണിൽ ഇതിഹാസമായി സുന്നത്ത് ജമാഅത്തിൻ വിജയധ്വനി. മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരു സമയത്തുമില്ല എന്നാണ്, ഒരു സമയത്തും ഒഴിവായിട്ടില്ല. إلا غلب ضوءه ضوء الشمس ولم يكن مع سراج. ഒരു വിളക്കിന്റെ അരികിൽ നിന്നാൽ പോലും കത്തു ഒരു സംഭവം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാ غلب ضوءه ضوء السراج. റസൂലുള്ളാഹിന്റെ പ്രകാശം മികച്ചു നിൽക്കുന്നതുകൊണ്ട് നേരെ ഒഴിവാറില്ല. കത്തു കത്തു പക്കത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി മറന്നുപോയെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൽമാനിയാണെന്ന് പറയാൻ കിതാബായിട്ട് വരരുത്, വേറെന്തെങ്കിലുമായിട്ട് പോരെ. പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സമ്പാദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ. സുന്നികളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിന് പറയാൻ സാധിക്കുകയില്ല, നിങ്ങളൊരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല. തനിച്ച ബിദ്അത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നുബുവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ചിന്തിച്ചു എന്നാ എന്താ ഇയാളീ പറഞ്ഞതെന്ന് നോക്കല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം നേലുണ്ടായിരുന്നു. ഒരു ഹദീസ് ധരിച്ചിട്ട് അവൻ പറയണം, ഒരു ഹദീസ് ധരിച്ച് പറയാ എന്തെന്ന്. ഇപ്പൊ ഇയാളെ പണി അതാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിച്ചിട്ട് അതുകൊണ്ട് ജീവിച്ചിരുന്ന ആളാ. ഇപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല, മുടിയുണ്ടല്ലോ. അതുകൊണ്ട് അത് മാറ്റിവെച്ചിട്ട് ഇപ്പൊ റസൂലുള്ളാഹിക്ക് നേലുണ്ടാവോ എന്ന് ചിന്തിക്കാനുള്ള ഹദീസ് തിരയില അയാളെ പണി. എന്നിട്ട് മുഖത്തൊരു ഹദീസ് കിട്ടി. ആ ഹദീസിൽ എന്താ ഉള്ളത്? ഇമാം അഹ്മദ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭാര്യ സഫിയ ബീവിക്ക് സൈനബ ബീവിയോട് ഒരു ബഈർ കൊടുക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. സംഭവം സുദീർഘമാണ്. യാത്രയിൽ വെച്ച് മൂപ്പത്തിയുടെ വാഹനം കേടുവന്നപ്പോ സൈനബ ബീവിയോട് വാഹനം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു സുഖമില്ലാത്ത വർത്താനം സൈനബ ബീവി മറുപടി പറഞ്ഞു. അതിന്റെ പേരിൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്ന് കുറെ കാലം അവരുടെ വീട്ടിൽ പോവാറില്ല, അവരുമായി അടുക്കാറില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇനി റസൂലുള്ള എന്റെ അടുത്ത് വരില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മഹദി കണ്ടു ഇല്ലഹു, റസൂലുള്ളാഹിയുടെ വില്ലിനെ കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാരേഷ് ഇപ്പോ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഏതായാലും ഞാന് ഖുർആനിന്റെ മുഅ്ജിസത്ത് പറയാം. ഒരു കുട്ടിയെ താരാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, ലാവല്ലദീ റബ്ബക യാ അസിയ്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മാമസ്സനി ബഅദക മിൻ ഇൻസി, നിങ്ങൾക്ക് ശേഷം എന്നെ ആരും തൊട്ടിട്ടില്ല ഭർത്താവേ, പക്ഷേ ഖൈറാ ഗുലാമിൻ വാഹിദിൻ ഫഹതിയ്യി ബഅദം റഅയ്നി മിൻ ബനി ലൂഅയ്യി. ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു. അവനുമായി കൊണ്ട് ഞാൻ ലൈംഗിക ബന്ധം നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ വേറെ ഒരാളുമായിട്ട് ഞാൻ നടത്തിയിട്ടില്ല. അവനുമായി കൊണ്ട് നടത്തിയത് എപ്പോഴെന്നറിയോ? ബഅദം റഅയ്നി മിൻ ബനി ലൂഅയ്യി. ലൂഅയ്യി ഗോത്രത്തിൽ നിന്ന് ആദ്യം രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നിരുന്നു. അവരുമായി കൊണ്ട് ഞാൻ ബന്ധപ്പെട്ടതിന് ശേഷമാണ് യുവാവുമായി കൊണ്ട് ഞാൻ ബന്ധപ്പെട്ടത്. അങ്ങനെ 2 പേര്, അങ്ങനെ 3 പേര്. പിന്നെ പറഞ്ഞു പിന്നെ അദീ ഗോത്രത്തിൽ നിന്നൊരു 5 പേര്. പിന്നെ വൈകുന്നേരം ഒരു 6 പേരും. അങ്ങനെ എത്ര? 3 5 8 6 16.
പിന്നെ ലുഅയ് ഗോത്രത്തിൽ നിന്ന് വേറൊരു 2 പേര്. അങ്ങനെ 12 എന്നാലും 16 അല്ലെ. തുർക്കിയും വനസ്രാനി, പിന്നെ ഒരു തുർക്കി ഒരു നസ്രാനി, ഇങ്ങനെ ഒരു 10-18 പേര് മാത്രമേ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഈ ഭർത്താവ് എന്ത് ചെയ്തു? ഭർത്താവ് ഈ പിന്നെ പെണ്ണിന്റെ വായ പൊത്തിപ്പിടിച്ചു എന്നാണ്. കാരണം പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവൾ ഈ ആ രാജ്യത്തുള്ള ആളുകളെ മുഴുവനും പറയുമോ എന്ന് ഭർത്താവ് ഭയപ്പെട്ടു പോയി. ഇവിടെ നമുക്ക് അവളുടെ അടുക്കൽ എത്ര ആൾ വന്നു എന്നുള്ളതല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഭർത്താവ് ചോദിച്ച ആ ചോദ്യത്തിന് അതേ ബെയ്ത്ത് ഉപയോഗിച്ച്, അതേ രൂപത്തിലുള്ള ബെയ്ത്ത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഓരോ അരബേത്തുകളും യാ എന്ന അക്ഷരം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് അതേ യാ എന്ന അക്ഷരം കൊണ്ട് തന്നെ അരബേത്തുകൾ അവസാനിപ്പിച്ചുകൊണ്ട് മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവ് ഒരു നാടൻ പെണ്ണിന് വരെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം സാഹിത്യത്തിൽ നിപുണരായിരുന്നു അവരെ എന്നുള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, അതിന്റെ ഒരു പ്രത്യേകത, മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു എന്ന് പറയുന്നത് മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ പ്രത്യേകമായിരിക്കുന്ന വിഭാഗത്തിലേക്കും മാത്രം ആയപ്പോ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു എന്ന് പറയുന്നത് ലോക അവസാനം വരെ വരാനിരിക്കുന്ന എല്ലാ ജീവികൾക്കും നിർജീവ വസ്തുക്കൾക്കും പ്രവാചകനായത് കൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്തുകൊണ്ടും ലോക അവസാനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തായിരിക്കണം. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള ഒരു മുഅ്ജിസത്ത് മഹാനായിരിക്കുന്ന പ്രവാചകന് അല്ലാഹു തആല നൽകിയത്. ആ മുഅ്ജിസത്ത് കരുമുഅ്ജിസാതനിലം കനലിയോട് ബീഷി ചിലർ കമലമുകിൽ നീക്കി തെളിവായി കടൂർ സഹബെണ്ടെടുകൾ വടിവതിലങ്കി മതി ഇടമിൽ ചൂഷന്ത് പൊലിവായി. ഈ മുഅ്ജിസാത്ത് കൊണ്ട് ദുർമാർഗത്തിൽ കഴിഞ്ഞിരുന്ന, വഴികേടിൽ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ അവരുടെ ആ ഉൽമത്ത്, ആ ഇരുട്ട് നീങ്ങിയിട്ട് അവരെല്ലാവരും പ്രകാശത്തിലേക്ക് വന്നു. അവർക്കെല്ലാവർക്കും സുഷന്ത് പൊലിവെന്നാണ് വളരെയധികം സന്തോഷമായി പരിശുദ്ധമായിരിക്കുന്ന ഈ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നത് കൊണ്ട് വല്ലാത്ത ഒരു സന്തോഷവും ആവേശമായിരുന്നു സഹാബാക്കൾക്ക്. പക്ഷേ ഇത് സ്വഹാബത്തിന്റെ ചരിത്രമാണ് എങ്കിൽ ശത്രുക്കളുടെ അവസ്ഥ എന്തായിരുന്നു? പെരുകിയത് നാളിൽ പക പിറവിയും റസൂലരുടെ ഫിർഔൻ തുഷ്മാൻ പിണങ്ങി വിതുളത്തലരി കണലിനെ കേണ്ടൂത്തുവതിൻ കെണിച്ചതിച്ച് നീനൈത്ത് ഉഗമാൻ. ഇത് അനുദിനം മുസ്ലിം ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇത് വല്ലാതെ അസ്വസ്ഥരാക്കി. അവർ അതുവരെ ആരാധിച്ചു പോന്ന ലാത്തയും ഉസ്സയും ഹുബുലുൽ അലയും ഒന്നും ദൈവങ്ങൾ അല്ല, അതൊക്കെ നിർജീവ വസ്തുക്കളാണ്, അവർക്കൊന്നും യാതൊരു സ്വാധീനവും കഴിവും ഇല്ല എന്ന് വിശ്വസിക്കാൻ അവർക്കൊരിക്കലും തന്നെ കഴിഞ്ഞില്ല. മാത്രമല്ല അതിന് എതിരെ വരുന്ന സത്യപ്രസ്ഥാനത്തിന് നഖവും പല്ലും എതിർത്തുകൊണ്ട് അവർ ശക്തിയുക്തം എതിർക്കാൻ തുടങ്ങി. എത്രത്തോളം എതിർക്കുന്നോ അത് മുഴുവനും, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, അത് മുഴുവൻ ഇസ്ലാം അനുദിനം ശക്തിപ്പെട്ട് വളരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിർഔനായിരിക്കുന്ന അബൂജാഹിൽ, അവന് ഇത് കണ്ട് ഒരിക്കലും തന്നെ ഇത് കെടുത്താൻ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കെടുത്താൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, അത് ആളിക്കത്തുന്ന തീ കെടുത്താൻ വേണ്ടി പഞ്ഞിക്കെട്ട് ആ തീയിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കുമോ അത് പൂർവാധികം ശക്തിയോടെ ആളിക്കെത്തുന്നത് പോലെ അബൂജാഹിൽ പ്രയോഗിക്കുന്ന ഓരോ പ്രയോഗങ്ങളും അത് ഏൽക്കാതെ പരിശുദ്ധമാക്കുന്ന ഇസ്ലാം അനുദിനം വല്ലാതെ ശക്തിപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാതെ അവരെ അസ്വസ്ഥരാക്കി. പിണങ്ങി വിതുളത്തലരി കനലിനെ കേടുവത്തിന് കെണിച്ചതി നീ നെറ്റി ഉഗമാൻ. അങ്ങനെ ആദ്യമായിട്ട് നല്ല നല്ല വാഗ്ദാനങ്ങൾ ചെയ്തു നോക്കി. മുഹമ്മദെ, നിനക്ക് ആവശ്യം അധികാരമാണെങ്കിൽ നിന്നെ മക്കയിലെ രാജാവാക്കാം, അതല്ല നിനക്ക് ആവശ്യം പെണ്ണാണെങ്കിൽ ഇഷ്ടം പോലെ സുന്ദരികളായിരിക്കുന്ന തരുണീമണികളെ ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, അതല്ല മറ്റെന്തെങ്കിലും ആവശ്യമാണ് നിനക്ക് ഉള്ളത് എങ്കിൽ പറഞ്ഞോ, അത് മുഴുവനും ഞങ്ങൾ സ്വാധിപ്പിച്ചു തരാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു പറഞ്ഞത്, ഞാൻ എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്നായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് പ്രലോഭിപ്പിച്ചു നോക്കി, പിന്നീട് ഭീഷണിപ്പെടുത്തി നോക്കി. അങ്ങനെ ഭീഷണിക്കും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ ചതികൾ ചെയ്തു നോക്കി.
ഒരു നിലയിലും മഹാനായിരിക്കുന്ന പ്രവാചകനെ ഈ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോ അബൂജാഹിൽ ചെയ്തതെന്നാണ്, കണ്ണമില്ലി ഗോരുമ്പുരൂക്കരമായി നബി മേലിൽ പക കനതിയിലെ ഓലയെഴുതീ കരിശമില്ലായത്ത് ദിമഷ്കരശൻ നാളെയ്ത്ത് ജഹൽ പരിശുകൾ ഉണർത്തി തൊഴുതൈ. അവിടെ അബൂജാഹിൽ ചെയ്തത് തന്റെ ഒരു തന്ത്രങ്ങളും വിജയിക്കുന്നില്ല. കെണി പല നിലയിലും ചതി പ്രയോഗത്തിലൂടെ നോക്കി, നേരിട്ട് ഭീഷണിപ്പെടുത്തി നോക്കി, ആക്രമിച്ചു നോക്കി, മാർഗമായിരിക്കുന്ന പല അക്രമങ്ങളും നടത്തി നോക്കി, പ്രലോഭിപ്പിച്ചു നോക്കി. ഒരു നിലയിലും മഹാനായിരിക്കുന്ന പ്രവാചകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. തന്റെ കഴിവ് കൊണ്ടൊന്നും അത് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അബൂജാഹില് ദിമഷ്ക് രാജാവായിരിക്കുന്ന ഹബീബ് രാജാവിന് ഒരു കത്തെഴുതുകയാണ്. ആ കത്തിൽ അദ്ദേഹം അബൂജാഹിൽ എഴുതുകയാണ്, മഹാനായിരിക്കുന്ന പ്രവാചകന്റെ എല്ലാ സിഫത്തുകളും എല്ലാ വിശേഷണങ്ങളും എഴുതുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എന്ന് വാദിക്കുന്ന ഒരു പുത്തൻ പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലാത്തയും ഉജ്ജയും ഒന്നും ശരിയല്ല, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഒന്നും ശരിയല്ല എന്നും, ആരാധിക്കേണ്ടത് ഏകനായിരിക്കുന്ന പടച്ചറബിനെ മാത്രമാണ്, അവന് കയ്യില്ല കാലില്ല, അവൻ ഇങ്ങനെ സർവശക്തനാണ് എന്നൊക്കെയാണ് അവൻ വാദിക്കുന്നത്. അതുകൊണ്ട് എന്തു തന്നെ പറഞ്ഞാലും അവൻ അതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യമല്ല, പിന്തിരിയുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ സംസാര ശക്തിയിൽ എല്ലാ ആളുകളും ആകൃഷ്ടരായി പോകുന്നു. അവനോട് അടുത്ത ആളുകളൊന്നും പിന്നീട് അവർ ഇങ്ങോട്ട് പോരുന്നതായിട്ട് കാണുന്നില്ല. അനുദിനം ആ മതം ശക്തിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് താങ്കൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് രാജാവിന് ഒരു കത്തെഴുതുകയാണ്. അനരയും താരിത്ത് ഹബീബ് പതി പതി വാരുത്തി തരൂ നബി മോകത്ത് മൊഴി തൈ അറിവില്ലകം ഞെട്ടിയിരുൾ ചെറുക്കം കിളപ്പെട്ട് തമ്മെ കുറുസതുമേ വിട്ട് നിലതൈ. ഹബീബ് രാജാവിന് കത്തെഴുതി. ആ കത്തില് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതിയതായിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? അപ്പോ അബൂജാഹിൽ കത്തെഴുതിയപ്പോ തന്നെ പറഞ്ഞിരുന്നു, മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ എന്ന് വാദിക്കുന്ന ആളെ കണ്ടാൽ മാന്യനാണ് എന്ന് തോന്നിപ്പോകും. സംസാര ശക്തി കണ്ടാൽ വളരെ ഫസാഹത്തുള്ള സംസാരമാണ്, സാഹിത്യ സ്ഫുടമായ സംസാരമാണ്, വശീകരണ ശക്തിയുള്ള സംസാരമാണ്. മാത്രമല്ല കണ്ടാൽ ബഹുമാനിക്കണം എന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്തു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതുന്നത്. കത്തെഴുതി ഈ കത്ത് ഹബീബ് രാജാവ് അത് സ്വീകരിക്കുകയും സ്വീകരിച്ചുകൊണ്ട് തന്റെ അബൂജാഹിലിന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിനോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി ഇവിടെ വരികയാണ്. വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റേജിൽ 3 കസേരകൾ, ഒരു 2 ഭാഗത്ത് രാജകീയമായിരിക്കുന്ന പദവിയോടുകൂടെയുള്ള കസേരകളും ഒരു ഭാഗത്ത് ഒരു നാടൻ കസേരയും ഇട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് അബൂജാഹിൽ ഇരിക്കുന്നു ഒരു ഭാഗത്ത് ഹബീബ് രാജാവിന് വേണ്ടി കസേര തയ്യാറാക്കിയിരിക്കുന്നു, മറുഭാഗത്ത് ഒരു നാടൻ കസേര മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭുവിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യമായിട്ട് അബൂജാഹിൽ അവിടെ തയ്യാറാണ്. അതിനുശേഷം ഹബീബ് രാജാവ് എത്തി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്നതായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗത്തേക്ക് കടന്നു വരുന്ന ആ രംഗം കണ്ടു കണ്ടപ്പോൾ തന്നെ ഹബീബ് രാജാവ് പെട്ടെന്ന് തന്റെ രാജകീയമായിരിക്കുന്ന അലങ്കാരത്തോടുള്ള കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. മുസാഫഹത്ത് ചെയ്തിട്ട് തന്റെ കസേര മഹാനായിരിക്കുന്ന പ്രവാചകന് മാറ്റിയിട്ടുകൊണ്ട് പ്രവാചകന് ഒരുക്കിയ ആ നാടൻ കസേരയിലേക്ക് ഹബീബ് രാജാവ് മാറിയിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ അബൂജാഹിൽ മനസ്സിൽ ഈ പണ്ടാറ പഹയനോട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേ, കണ്ടാൽ ബഹുമാനിക്കാൻ തോന്നും, എഴുന്നേറ്റ് നിൽക്കാൻ തോന്നും എന്നൊക്കെ ഞാൻ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഈ പഹയൻ ചതിച്ചല്ലോ എന്നൊക്കെ മനസ്സിൽ തോന്നി. പക്ഷെ അവിടെ ഒന്നും പറയേണ്ട സന്ദർഭം അല്ലല്ലോ. ഏതായാലും തന്റെ പണി പാളിയോ എന്ന് അബൂജാഹിലിന് അപ്പോൾ തോന്നി. ഏതായാലും ദിമഷ്ക് രാജാവ് ഹബീബ് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് തന്റെ കസേര കൊടുത്ത് പ്രവാചകന് തയ്യാറാക്കിയ കസേരയിലേക്ക് ഹബീബ് രാജാവും മാറിയിരിക്കുകയാണ്. തിനജകുല്ല മുത്ത് മുടി തെരികവയെടുത്ത് സലാം തരിശൊട് കൂഫത്തി പിറകൈ തിളകും കനകൾ കുറിസിൽ ഒളിവരയിരുത്തി സഭ തെളിച്ചനർ പൂകൾ ചമൊളികൈ ഉണവ് പല ഏണ്ടുകളിൽ ഒടുവും വരും തൂതൽ പടി ബുളതി ശരിയാക്കി വരുകൈ ഉറുതി ഉണർ പെറ്റജകിൽ കുറിയിൽ അറിവിത്തതി പ്രതിയെന്നൂരത്ത് പിരുകൈ. പക്ഷെ ദിമഷ്ക് രാജാവ് ഹബീബ് ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം പല വേദഗ്രന്ഥങ്ങളിലും മനസ്സിലാക്കിയ
ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ മുഴുവനും മൊത്തമായിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഇത് എന്ന് മഹാനായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതായിരിക്കുന്ന ദിമഷ്ക് രാജാവ് ഹബീബ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഏതായാലും വന്ന കാര്യങ്ങൾ വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഏതായാലും ഹബീബ് രാജാവ് പ്രവാചകന്റെ ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. അബൂജാഹിലിന്റെ അപേക്ഷ പ്രകാരം പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലയോ മുഹമ്മദ്, നിങ്ങൾ ഇവിടെ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നുണ്ട്, അന്ത്യപ്രവാചകനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അന്ത്യപ്രവാചകനാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ കരുണത്തർ ഹബീബുള്ളാണ്ടുര തന്തി മലിക്ക് താൻ ഹാത്തിമുർ റസൂലാനെ നബി നീരെങ്കിൽ നാമതിൽ കാമാനിലമീമില സോമന ഭൂമിയിൽ നാമിടയിൽ വരുത്തി കാട്ടോ നമ്മை സകലവും ഗദീനിൽ പുകയുമേ പക പൊളിയാത്ത്. ഹബീബ് രാജാവ് പറയുകയാണ്, അല്ലയോ മുഹമ്മദെ, താങ്കൾ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നു എങ്കിൽ ഹാത്തിമുർ റസൂലാണ്, അവസാന പ്രവാചകനാണ് എന്ന് വാദിക്കുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആകാശത്ത് കത്തിജ്വലിക്കുന്നതായിരിക്കുന്ന ആ ചന്ദ്രനെ, ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി കാണിച്ചു തരണം. അങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കി കാണിച്ചു തന്നാല് നമ്മെ സകലവും മികദീനിൽ പുകയുമേ പകമൊളിയാതെ, ഞങ്ങൾ എല്ലാ ആളുകളും നിന്നെ കൊണ്ട് വിശ്വസിക്കും. പകമൊളിയാതെ യാതൊരു എതിർപ്പും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലാതെ ഞങ്ങൾ മുഴുവനും നിസ്സംശയം നിന്റെ ദീനിൽ പ്രവേശിച്ചിരിക്കും. അതുകൊണ്ട് ആകാശത്ത് ആ ജ്വലിക്കുന്ന ചന്ദ്രനെ ഭൂമിയിലേക്ക് ഇറക്കി കാണിച്ചു തരണം. വെറുതെ അങ്ങോട്ട് കാണിച്ചു തന്നാൽ പോരാ. വരവേണം ഷഹർ മൂണ്ടാം കാതിർ അസ്തമാനന്ദേ പിൻ വരും മുൻപയിൽ തണ്ടിൽ ഈരൂസാഴത്തിൽ കൊടിയെ പങ്കാരൊരു കൊങ്കിലിറങ്ങിയത് എങ്കുമെ തിങ്കിടണം. പിറകെ ബദറാനത് ചതുരുണ്ട് പതിലുള്ള മതിയുതിരുതിയിലേ. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇറക്കിയാൽ പോരാ മുഹമ്മദ്, മര വേണം ഷെഹർ മൂണ്ടാം. മാസം 28 ശേഷം കറുത്ത രാവുള്ള രാത്രിയിൽ, ഒരിക്കലും ചന്ദ്രൻ സാധ്യതയില്ലാത്ത ദിവസത്ത്, അർദ്ധരാത്രിക്ക് ശേഷം മുൻലയിൽ തന്നിൽ ഇരുസാഴത്തിൽ അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കണം ആ ചന്ദ്രനെ ഉദിപ്പിക്കേണ്ടത്. എന്നിട്ടോ കൊടിയ ബങ്കാരുടെ കൊങ്കിൽ ഇറങ്ങിയത് എങ്കുമെ തിങ്കിടണം. അങ്ങനെ അത് ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഒരു മലമുകളിൽ കയറി അത് അവിടെ ഉദയം ചെയ്തുകൊണ്ട് അതിന്റെ പ്രകാശം എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കണം. പിറകെ ബദറാനോട് ചതുരോട് പതിലുള്ള മതിയുതി ധൃതിയിൽ. അത് മാത്രം പോരാ, റായാൽ പൂവി തന്നിൽ ചിന്തിന്തി കഴുപം ഏൽപ്പാലും പൈത്തോകൾ മുമ്പിലെത്തിയുമൈ മീത് സലാം മുறை തൂതനും മോതിടണം. നല്ല ഇഖ്ലാസിരി കലിമകൾ മൊഴിവതും സബുചനർ ചെവിപ്പെടണം. അത് മാത്രം പോരാ, ഇരിക്കാരൻ നുഷരന്തത്തിൽ ലുഹറായാൽ പുവിതൻ അങ്ങനെ ഉദിച്ചതിന് ശേഷം ഈ ചന്ദ്രൻ വന്നുകൊണ്ട് ഇന്ത്യ കഅബം ഏൽബലം ബൈത്തുകൾ പരിശുദ്ധമായിരിക്കുന്ന കഅബയിൽ വന്നുകൊണ്ട് 7 പ്രാവശ്യം കഅബയെ വലയം ചെയ്യണം, തവാഫ് ചെയ്യണം. എത്തി ഉമൈ മീദ് സലാം ഇറൈ തൂതനും ഓതിടണം. എന്നിട്ട് നിന്റെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയണം. നല്ല ഇഖ്ലാസിരി കലിമകൾ മൊഴിവതും സബ് ചിലർ ചെവിപ്പെടണം. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്നുള്ള 2 തൗഹീദിന്റെ കലിമ, ഷഹാദത്ത് കലിമ ഈ ചന്ദ്രൻ ഉച്ചരിക്കണം. അത് എല്ലാ ആളുകളും സബ് ചിലർ ചെവിപ്പെടണം, എല്ലാ ആളുകളും അത് കേൾക്കണം. എന്നിട്ടോ പിരികെ 2 പീളർ പായി പീളറും തൊങ്കൽ വിരിത കാമി സൊല്ലിൽ കടந்து கைകൾ ചട്ടை പീളി എള്ളുവാൻ പടുവാനിലും പോയി ഉഷർവായിടണം. ഉച്ചൈ ബിലമാൽ അത് കറുപിനിൽ മറയണം. മുറി കൂട്ടി ഒരു മതിയായി. പിന്നീട് അത് 2 പിളർപ്പാകണം. ചന്ദ്രൻ 2 പിളർപ്പായിട്ട് ഒരു പിളർപ്പ് നിന്റെ കുപ്പായ കയ്യിൽ കൂടെ കിടക്കണം.
അങ്ങനെ കടന്നിട്ട് വീണ്ടും ആ കുപ്പായ കയ്യിൽ കൂടെ ഒരു പിളർപ്പ് കടന്ന് ഒരു പിളർപ്പ് താഴെ നിന്ന് ആ രണ്ട് പിളർപ്പും ഒന്നായിട്ട് പിന്നീട് അത് ഹർബിനിൽ മറയണം, പിന്നീട് അത് പടിഞ്ഞാറ് അസ്തമിക്കണം. മുറി കൂടി ഒരു മതിയായി രണ്ട് പിളർപ്പ് ഒരേ രൂപത്തിലായിട്ട് പിന്നീട് അത് പടിഞ്ഞാറ് അസ്തമിക്കണം. അങ്ങനെ നീ കാണിച്ചു തരികയാണെങ്കിൽ മതിയായി പാടി പോലെ മാടി തങ്ങൾ കൂടി പീത്താൽ മറുഞായം പറയാതെ മാനോവാറെല്ലാം ഉങ്ങളെ മന്നാനവൻ തന്നോടെ തന്നെ ബി തന്നെ അത് നടവേ ഉറച്ച് മലർപായാൽ നലവുടെ പൊലിവുടെ കലിമകൾ പുലവിടുമേ. മതിയാ ഇപ്പടി പോലെ മജീദങ്ങൾ ഉദിപ്പിത്താൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നീ കാണിച്ചു തരികയാണെങ്കിൽ മുഹമ്മദെ മറുന്യായം പറയാതെ മനുവാറല്ല, യാതൊരു എതിർപ്പും പറയാതെ, മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ലാതെ യാതൊരു എതിർപ്പും കൂടാതെ മന്നാനവൻ തന്നോടെ തന്നെ ബി തന്നെ അത് നടവേ. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഖാത്തിമുർ റസൂലാണ്, അന്ത്യപ്രവാചകനാണ് എന്ന് ഞങ്ങള് നിസ്സംശയം നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും മലർപായാൽ നല്ല പൊലിവുടെ കലിമകൾ പുലവിടുമേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് എല്ലാ ആളുകളും ഉച്ചരിക്കും. മുഹമ്മദെ യാതൊരു പ്രയാസവുമില്ല, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കദിമായ കലമോകൾ താരിത്തെ കാതകത്തിന്റെ കവൽ കേട്ട് കൂറുറത്തും ഫാസഹത്തൂറ്റി നാവും കനക പവിളപ്പവർ ഒപ്പിരി ഷോപ്പിട് പൊറുപ്പമിയാൽ അരുളി കഥമായത് പതിയെ ഇമ്പിതം ഉദീതി എതിർമതിയോ. മഹാനാർക്കുന്ന പ്രവാചകൻ പരിശുദ്ധമാർക്കുന്ന ഖുർആൻ കേട്ടുകൊണ്ട് തഴമ്പിച്ച ആ കാതില് ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ചോദിക്കുന്നു, ഞാൻ ഇത്രയും ചെയ്താൽ മതിയോ? ഞാൻ ഇത്രയും ചെയ്തു തന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. സതിസാരൂതി ഭാഷന്മാരേഷനും ജഹൽ മാറ്റ് സകലരും പെരികെ സമ്മതിത്തെ പിന്നെ അതിന സർവം ഷർത്തോത്ത് കുടിത്തത് വേത്തിരി വസ്തുതകൾ ഉലകോർ സമയായി പരിചലതയിൽ അലപടി വലിയൊരു മലമുകളായി. അവരെല്ലാവരും പറയുന്നു, അബൂജാഹിൽ അടക്കം പറയുന്നു, മുഹമ്മദെ ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിസ്സംശയം നിന്നെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല മുഹമ്മദെ, ഞങ്ങൾ മുഴുവനും വിശ്വസിക്കുമെന്ന് അബൂജാഹിൽ അടക്കമുള്ള ആളുകൾ സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചു, അതിന്റെ നിബന്ധനകൾ കുറിച്ചു, അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചു, അതിന്റെ സ്ഥലം നിശ്ചയിച്ചു, എല്ലാം നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചിട്ട് അതിശയം മോഴിന്റെ പോൽ ബഹദർ താഹ പെരിയോന്റെ അരുളാലേ ഊതിപ്പിത്ത് നളർത്ത് രാജൻ ഫൗസും അടവേ കലിമ മുറി സമ്മതിയാമലിലെ മൊളിവായി ചെപ്പി അപ്പോൾ ജഹൽ സിഹ്റിദിൻ അഹ്മദിൻ അകമിലൈ മിഹ തലമിൽ. ആ സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു ഇത്രയും ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും സമ്മതിക്കുന്നു, ഇത്രയും ചെയ്താൽ മതി, ഇത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചകൻ നിശ്ചയിച്ചതായിരിക്കുന്ന ആ സമയത്ത് നിശ്ചയിച്ചതായിരിക്കുന്ന ആ സ്ഥലത്ത് ഇതേ രൂപത്തിൽ അവർ എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതേപടി ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തു കൊടുത്തതായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹബീബ് രാജാവ് ദിമഷ്കിന്റെ അധിപൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് അവിടെ വെച്ചുകൊണ്ട് വിശ്വസിക്കുമ്പോൾ അബൂജാഹിൽ പറയുകയാണ്, അപ്പോൾ ജഹൽ സിഹ്റിദിൻ അഹ്മദിൻ അകമിലൈ മിഹ തലമിൽ. അബൂജാൽ പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ സിഹ്റല്ലേ, ഇതിപ്പോ നിൽക്കും ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഇപ്പൊ സിഹിർ കൊണ്ട് ചെയ്യുന്നതല്ലേ, ആ സിഹിർ ഇപ്പൊ എനിക്കറിയാം, എനിക്കും ചെയ്യാലോ ഇതൊക്കെ എന്ന് കിബ്രനായിരിക്കുന്ന തൗഫീഖില്ലാത്ത ഹിദായത്തില്ലാത്ത അബൂജാഹിൽ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുത്ത് അവിടെ വെച്ചുകൊണ്ട് അബൂജാഹിൽ അല്ലാത്ത അവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നു.
തലമിൽ നബി താഹ മുഅ്ജിസാത്ത് തരത്തിൽ ചുരുക്കി ഞാൻ ഉരത്തം പാർത്ത ബലതിൽ മലയാള പതിയിലെന്നാൽ ബാളും വരേശർ ചേരമാൻ പേരുമാൾ ബലധൂമി ബിലാദുകൾ ഭരിച്ച് നിണ്ട് മന്നർക്കധിപതി അവരമുണ്ട് ബിലവും കരുത്തും നേർപ്പടിപ്പും ഭാഷ്ക ബിരുദും അതിൽ ബുദ്ധി അഴകുമൊക്ക. ഈ കാലഘട്ടത്തിൽ കേരളം ഭരിക്കുന്നത് ചേരമാൻ പെരുമാളാണ്. ചേരമാൻ പെരുമാള് കേരളം ഭരിക്കുന്ന സമയത്ത് ഈ മുഅ്ജിസത്ത് നടക്കുമ്പോൾ, അതായത് ചന്ദന പിളർപ്പാക്കിയ ഈ മുഅ്ജിസത്ത് നടക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്നത് ചേരമാൻ പെരുമാൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ അന്ന് വളരെ പ്രധാനപ്പെട്ട പടത്തലവൻ നായർ എന്ന് പറയുന്ന പടവല നായർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായി കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ബിലവും കരുത്തും നേർപ്പടിപ്പും ഭാഷ്ക ബിരുദും അതിൽ ബുദ്ധി അഴകുമൊക്ക മികത്തോർവാൾവതീകം വെച്ച് ഉണ്ടാം പടക്കൂട്ടം ജതുഹാലക്ഷം. അങ്ങനെ വളരെയധികം പട്ടാളക്കാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും 5 ലക്ഷം പട്ടാളക്കാർ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ചരിത്രത്തിൽ മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും വളരെയധികം സൈന്യ സന്നാഹങ്ങളുള്ള ഒരാളായിരുന്നു ചേരമാൻ പെരുമാൾ. ബമ്പർ അതിനേറ്റം മികന്തോർ പോരാ തകോർ മഹാകോട്ട വളറുവട്ടത്ത് താനേ മണി സിംഹാസനവും വെത്ത്. വളവട്ടണം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ സിംഹാസനം അന്നുണ്ടായിരുന്നത്. മിക്കാമ്പരിക്കും നാൾ പെരുമാൾ തന്റെ മിളിയിൽ കുളിർമ പൂമണവിയുണ്ടേ ഉണ്ടുണ്ടഴകി ബന്ധളം കൊങ്കയാൾ ഒത്ത സ്വരൂപി ലക്ഷണി മങ്കയാൾ. അവിടെ അദ്ദേഹത്തിന്റെ അതിസുന്ദരിയായിരിക്കുന്ന ഒരു ഭാര്യ, ചേരമാൻ പെരുമാളുടെ അതിസുന്ദരിയായിരിക്കുന്ന ഒരു ഭാര്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കെണ്ടർ തന്നെ കൊണ്ടാമീറായുള്ളോൻ കേമപ്പടി വീരൻ അഴകും നല്ലോൻ വീണ്ടും മറിവേറ്റം പടിത്തേരിമാൻ ഭേദങ്ങളെ ചൊല്ലി തരീന്തേ പൂമാൻ. ഈ പടവല നായർക്ക് ഉള്ള പ്രത്യേകത ഒന്ന്, കാണാൻ വളരെ അതിസുന്ദരനായിരുന്നു ആള്. അതോടുകൂടെ കഴിഞ്ഞു പോയ 3 വേദഗ്രന്ഥങ്ങളും പഠിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനെപ്പറ്റി നന്നായിട്ട് അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇറങ്ങാൻ പോകുന്ന പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിനെ പറ്റി 4-ാം വേദത്തിനെ പറ്റിയും നല്ല ബോധമുള്ള, 4-ാം വേദം ഇറങ്ങാനുണ്ട് എന്നുള്ള നല്ല ബോധമുള്ള ഒരു വ്യക്തിയും ആയിരുന്നു അദ്ദേഹം. 2 പഠിക്കും നിപ്പവനിൽ രാശി രാഗക്കൊടൽ മോഹം കവിന്ത് പേശി മതം തീർപ്പാൻ പിടിത്ത് പാരം പിടരി വഴിപ്പേട തുടർന്നേരം. ഇവിടെ ഈ രാജ്ഞിക്ക് ചെറിയൊരു ഞരമ്പിന്റെ അസുഖം. ഈ പടവല നായരോട് തനിക്ക് ഒരു ചെറിയ പ്രേമം, ആ പ്രേമം തുറന്നു പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ ഒരു മിനിറ്റ് ഓക്കെ. പടവല നായരോട് നമ്മുടെ രാജ്ഞിക്ക് ഒരു ചെറിയ പ്രേമം, അത് അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിന് വഴിപ്പെടാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ അനാവശ്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ അങ്ങനെ അനാവശ്യം ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് ഒരിക്കലും എന്നെ നിങ്ങൾ ആ കാര്യത്തിന് ക്ഷണിക്കരുത്. മാത്രമല്ല, ഞാൻ എന്റെ നേതാവിനെ ഒരിക്കലും ചതിക്കില്ല
എനിക്കങ്ങനെ ചതിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോ പറഞ്ഞു, എന്നെ ഇത്രയും ഈ തെമ്മാടിത്തരത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല, ഞാനതിന് വഴിപ്പെടില്ല എന്ന്. ഇത് പറഞ്ഞപ്പോ രാജ്ഞിക്ക് ദേഷ്യായി. രാജ്ഞി പറഞ്ഞു, എന്റെ വാലക്കട നിർത്തിയിട്ടേ. ഇപ്പൊ നമ്മുടെ യൂസുഫ് നബിയോട് സുലൈഹ പറഞ്ഞല്ലേ, സുലൈഹ ബീവി പണ്ട് പറഞ്ഞല്ലേ, എന്റെ വാലൊക്കെ നിർത്തിയിട്ട് പൊന്നാര പടപ്പേജ് പേരാണിങ്ങനെ വാവയാണ്. ഓരോരുത്തര് ചില ആളുകൾ അവരുടെ ജീവിത ശൈലിക്കനുസരിച്ചാണല്ലോ അവരുടെ ജീവിതം ഉണ്ടാവുക. മുമ്പൊരു ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ദീനി ബോധമുള്ള ഒരു ദീനി ബോധമുള്ള ഒരാള് കുറച്ച് മോഡേൺ ആയിരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടി. ഇങ്ങനെ കെട്ടിയപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, ആദ്യ രാത്രിയില് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നബിന ശൈത്താന വജന്നബിന ശൈത്താനൊക്കെ പറഞ്ഞു ഇതങ്ങനെ തുറന്നു വെച്ചിട്ട് അതങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് ഒരൊറ്റ തട്ടം തട്ടി, പുറങ്കാലോട് ഒരൊറ്റ തട്ടം തട്ടിയിട്ട് പറഞ്ഞു, എന്താ ചങ്ങ ഇത് തുറന്നിച്ച് തോതാ മുസാഹിഫാന്ന് വെച്ചു. എന്നതുപോലെ നമ്മളെ പടവലാരോട് രാജ്ഞി പറഞ്ഞ വാഴ നിർത്തിയിട്ട് തൽക്കാലം പടവാകെ, ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ കേൾക്ക്. അപ്പോഴും പറഞ്ഞു, നടക്കൂല കേട്ടോ, കാര്യം നടക്കൂല. അപ്പൊ രാജ്ഞിക്ക് ദേഷ്യായി. രാശിയുരത്തുന്നെ കുലപ്പിക്കും ഞാൻ, രാജൻ പുരാനാം എൻ ടിഷയ്ത്ത് പോന്ന ശേഷം പെരുമാൾ തൻ കസീറിൽ ബന്ധൈ ദേവി തിരുമുൻപിൽ നളൂത് ചിന്തൈ. ഓ, അത്രക്ക് ധിക്കാരമായോ നിനക്ക്? ഞാൻ പറഞ്ഞത് കേൾക്കാതെ, ഞാൻ പറയുന്നത് ഒരു വഴിപ്പെടാതെ, ഞാൻ രാജ്ഞിയാണ് എന്ന് ഓർമ്മയില്ലാതെ എന്നെ ധിക്കരിച്ചുകൊണ്ട് നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ കുലപ്പിക്കും, നിന്നെ ഞാൻ നിന്നെ കൊലമരത്തിൽ കയറ്റും, വധശിക്ഷയ്ക്ക് വിധേയനാക്കും എന്നൊക്കെ പറഞ്ഞ് പടവലനായരെ ഇദ്ദേഹം രാജ്ഞി ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ തന്റെ ഭർത്താവ് ചെയർമാൻ പെരുമാള് കൊട്ടാരത്തിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു, ആശാമൊഴിക്ക് ഞാൻ വഴിപ്പെട്ടില്ല, അതിനാലാമീറെന്നെ പീഡിത്ത് മല്ലാൽ നീലാവേളി താതീനെ കേട്ട് മന്നയാർ ചിലർ പാരും പോളുതില് വീട്ട്. നമ്മുടെ സുലൈഖ ബീവി പറഞ്ഞ അതേ തന്ത്രം തന്നെ. മരുങ്ങും വിരിപ്പിൽ ഞാൻ മയങ്ങിയിരുന്ന്, മതമാൾ തുടമൽ വന്നിവനിരുന്ന്, കരമന്നഹത്തിൽ ബെത്തിസാറും നീക്കി, കാമാഹലം തീർപ്പാൻ തരങ്ങള് നോക്കി, പ്രേമിച്ചടി ചുള്ള് പതറിക്കൊണ്ടു വിമതന്റെ ധീമത ചതികള് കൊണ്ടു, പരിതാപമിൽ മുങ്ങി അന്നാനിക്കുന്നേ, മാനം കെടുത്തി ഗുലാമ് എന്നെ എന്ന് സുലൈഖ ബീവി പറഞ്ഞതേപോലെ തന്നെ ഇവിടെ നമ്മുടെ രാജ്ഞിയും പറയുന്നു, ആശാമൊഴിക്ക് ഞാൻ വഴിപ്പെട്ടില്ല, അതിനാൽ അമീറെന്നെ പിടിത്ത് മല്ലാനിലവേളി തതീനെ കേട്ട്, മറയാർ ചിലർ പാരും പൊളൂതില് വിട്ട്. ആ സമയത്ത് അദ്ദേഹം രാജ്ഞി പറയുകയാണ് തന്റെ ഭർത്താവിനോട്, ഭർത്താവേ, ഈ പണ്ടാരപ്പഹൻ എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. ഇന്ന് എന്നെ ബലാത്കാരമായിക്കൊണ്ട് പിടിച്ചു, ഞാൻ നിലവിളിച്ചു. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ വന്നിട്ടാണ്, അവര് വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ. കൊല്ലാതവൻ പോയ ധനൈഭാഗിയ കൂട്ടും എന്നീ മേലും
മഹാചോക്കിയും എന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യാണ്, ജീവൻ തിരിച്ചിട്ട് ഇതെന്റെ ഭാഗ്യാണ് ഭർത്താവേ. അതുകൊണ്ട് കൂട്ടും എനിമേലും മഹാചോക്കിയം, ഇനിയും അവൻ എന്തൊക്കെയോ എന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയപ്പെടുകയാണ്. എന്തായാലും ശരി, നല്ലോറതിന് ശിക്ഷ കൊടുത്തല്ലാതെ നാനും ഇരിപ്പോളാം അശനിക്കാതെ. അതിന് ശക്തമായ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനിനി ഭക്ഷണം കഴിക്കില്ല ഭർത്താവേ. ഇനി ഞാനൊരു ഭക്ഷണം അവിടെ കഴിക്കണമെങ്കിലേ നല്ല ശിക്ഷ അങ്ങോട്ട് കൊടുക്കണം. ചൊല്ലൈ പെരുമാൾ കേട്ടരേശം പൊങ്കി ചൂടാൽ തനിക്കുള്ള അകലും മങ്കി. എന്തായിരുന്നു ചേരമാൻ പെരുമാളുടെ പ്രതികരണം എന്നും അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സന്ദർഭങ്ങളിൽ ദിവസങ്ങളിലൊക്കെ പറയുവാനും കേൾക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.